ഞങ്ങൾ രണ്ടുപേരോട് ഇത് ആരെ വെയിറ്റ് ചെയ്തിരിക്കുന്നതല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? പറഞ്ഞു തരാവേ. ഈ പ്രഗ്നൻസി ക്രേവിങ്സ് എന്ന് പറയുന്നത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണെന്നാണ് ഞാൻ വിചാരിച്ച് വെച്ചിരുന്നത്. അപ്പോൾ പണ്ട് പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, ഞാനും പ്രഗ്നൻ്റ് ആകുമ്പോൾ ഇതേപോലെ ഒരു നീണ്ട ലിസ്റ്റ് ഞാൻ പറയും, എൻ്റെ കെട്ടുവൻ ഇത് പോയി വാങ്ങിച്ചിട്ടൊക്കെ വരും, അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ച് വെച്ചിരുന്നത്. പക്ഷേ ഞാനും ഞങ്ങളുടെ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞാവയും ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന ഫുഡൊക്കെ തന്നെയാണ് ഭയങ്കര ഇഷ്ടം. പുറത്തുനിന്നുള്ളത് ഇഷ്ടമല്ല എന്നല്ല, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഓവറായിട്ട് പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഇപ്പം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് നമ്മുടെ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന സപ്താഹച്ചോറ്. അതെവിടെ ഉണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സാമ്പാറും ചോറൂടെ കഴിച്ച് കൂട്ടിങ്ങനെ കുഴച്ച് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ സപ്താഹം നടക്കുന്നുണ്ട്. ഞാൻ എന്നാണ് സപ്താഹം എന്നിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കാരണം എനിക്ക് അവിടെ പോയി പ്രഭാഷണമൊക്കെ കേട്ട് അതിന് ശേഷം സപ്താഹച്ചോറൊക്കെ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. നമ്മൾ ഈ പ്രഭാഷണമൊക്കെ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ഭയങ്കര നല്ല കഥകളൊക്കെ കേട്ട് കുഞ്ഞ് വയറ്റിൽ കിടന്നിട്ട് തന്നെ നല്ല കുട്ടിയായിട്ട് വളരുന്ന ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ കറക്റ്റ് എൻ്റെ 7-ാം മാസം പകുതിയായപ്പോഴാണ് എൻ്റെ അമ്പലത്തിൽ സപ്താഹം തുടങ്ങിയപ്പോൾ പലരോടും ചോദിച്ചപ്പോൾ 7-ാം മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയി ദർശനം നടത്തിക്കൂടാ, അവിടെ കയറിക്കൂടാ എന്നൊക്കെ ഇങ്ങനെ പല പല അഭിപ്രായങ്ങൾ കേട്ടു. അപ്പോൾ നമ്മളായിട്ട് അത് തെറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹം പറഞ്ഞപ്പോൾ അപ്പച്ചി അമ്മയും കൂടെ പോയി എനിക്ക് ചോറ് സംഘടിപ്പിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് രണ്ടുപേരുടെ പോയതാണ്. അവർ പോയപ്പോൾ തൊട്ട് നല്ല കൊടൂര മഴയായിരുന്നു. രണ്ടുപേരും നനഞ്ഞ് കുളിച്ചാണ് തിരിച്ചു വന്നത്. രണ്ടുപേരും എത്തിയപ്പോൾ തന്നെ ഞാനവിടെ ഹാജരായിട്ടുണ്ട്. കാരണം എന്തൊക്കെ ഐറ്റംസ് വന്നിട്ടുണ്ടെന്ന് അറിയണ്ടേ. എനിക്ക് നല്ല സാമ്പാറും ചോറും കൂട്ടി, സാമ്പാറിനൊരു പ്രത്യേക ടേസ്റ്റാണ്, അതും കൂട്ടി കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ രാത്രിയിൽ കിട്ടുന്ന ഒരു രസവും നല്ല ചൂട് ചോറും അച്ചാറും ഉണ്ട്. കൂടുതൽ കറികളൊന്നും കാണത്തില്ല രാത്രിയിൽ. പക്ഷേ ഈ ചൂട് ചോറിനകത്ത് ഈ രസം ഒഴിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, നമ്മളിനി എത്ര വലിയ റെസ്റ്റോറൻറ്റിൽ പോയി മന്തിയും അൽഫാമും ഷവർമയും കഴിച്ചാലും കിട്ടാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ് ഈ ഒരു ചോറ് കഴിച്ച് എനിക്ക് കിട്ടുന്നത്. അപ്പച്ചി ഇതുണ്ട് എനിക്കുള്ള ചോറും കറികളൊക്കെ പാത്രത്തിൽ വിളമ്പിക്കൊണ്ടിരിക്കുക. അവിയലുണ്ട്, തോരനുണ്ട്, രസം, സാമ്പാർ, അച്ചാർ, പിന്നെ സോയാബീൻ ഇട്ടൊരു കറി, പിന്നെ ഇതിൻ്റെയൊക്കെ കൂടെ പായസം ഉണ്ടായിരുന്നു. പായസം നമുക്ക് എക്സ്ട്രാ പാത്രത്തിൽ അവർ തരൂല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അവർക്ക് കിട്ടിയ പായസം ഒരു കുപ്പിയിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് എനിക്കിവിടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും ചോറ് കഴിക്കായിരുന്നു. ഒരു പ്ലേറ്റ് ചോറ് പോയ വഴി ഞാൻ അറിഞ്ഞില്ല. കാരണം അത്രയ്ക്ക് വിശന്നിരിക്കുമായിരുന്നു. ഈ ചോറ് കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നുകൊണ്ട് ആ ചോറ് ഞാൻ ഒറ്റ ഇരിപ്പിനകത്താക്കി. ഞങ്ങൾ രണ്ടുപേരും ഹാപ്പി. കാരണം നല്ല ചൂടോടെയാണ് അമ്മയും അപ്പച്ചി അത് കൊണ്ടുവന്നത്. അങ്ങനെ ചൂടോടെ കഴിച്ചപ്പം അമ്പലത്തിൽ പോയി കഴിക്കുന്ന അത്ര സന്തോഷം എനിക്ക് കിട്ടിയില്ല എങ്കിൽ പോലും എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ടാണ്. ടാറ്റാ, ബൈ.